എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഒരു സ്റ്റോക്കാണ്. വെറും 114 രൂപയുള്ള ഒരു സ്റ്റോക്കാണ്. TT ലിമിറ്റഡ്. TT ലിമിറ്റഡാണ് 114 രൂപയുടെ സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. TT ലിമിറ്റഡിൻ്റെ ഇൻട്രാഡേ ചാർട്ടാണ് നമ്മൾ ഇപ്പോൾ നമ്മളെ മുമ്പിൽ കാണുന്ന ചാർട്ട്. ഈ ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ ഒറ്റ കാര്യം പെട്ടെന്ന് നമുക്ക് ക്ലിക്കാവുന്നതാണ്. ഒറ്റ കാര്യം ക്ലിക്കാവുന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഇത്രയും വോളിയം ഇതേവരെ വന്നിട്ടില്ല. അത് മെയിൻ കാരണം. അതുകൂടാതെ ആ വോളിയം വന്ന ക്യാൻഡിൽ നമുക്ക് നോക്കിയാലറിയാം, ഇവിടെ നിന്ന് ഏകദേശം ഇത്ര വരെ കയറി 128 വരെ കയറി, ഏകദേശം 106 രൂപ തൊട്ടിട്ട് 129 വരെ കയറി. ഏകദേശം 20% ഏകദേശം കണക്കാണ് പറയുന്നത് ഈ ഒറ്റ ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ കയറിയിട്ട്. ഇവിടെ നിന്നൊരു വോളിയം ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തോ സംഭവിച്ചിട്ടെന്ന് വെച്ചാൽ ആരോ ഒരു ബൾക്ക് ബൈയിങ് ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ഈ ഇൻട്രാഡേ ചാർട്ട് വെച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്ന ആദ്യത്തെ ഒരു വസ്തുത എന്ന് വെച്ചാൽ. അതുകൊണ്ട് ഇവിടെ ഇത്രയും കയറിയപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇത്രയും കയറുമ്പോൾ നമുക്കറിയാമല്ലോ, റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ഈ വലിയൊരു ക്യാൻഡിൽ വന്നു, നല്ല വോളിയവും ഉണ്ട്. ഇത്രയുമാണ് ഇൻട്രാഡേയിൽ കാണാൻ പറ്റിയ വസ്തുത. നമുക്ക് ഈ ചാർട്ടിനെ ഒരു വീക്കിലി ചാർട്ട് റിവ്യൂയിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാണുന്നത് TT ലിമിറ്റഡിൻ്റെ വീക്കിലി ചാർട്ടാണ്. ഇൻട്രാഡേ പോലെയല്ല, വീക്കിലി ചാർട്ടിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് ഇത് കാണുക, പഠിക്കുക, കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ള വീഡിയോ മുഴുവൻ കണ്ട് പഠിക്കുക. പിന്നെ ഇത് ഒരു ബൈസെൽ റെക്കമെൻഡേഷൻ ആയിട്ട് ഒരിക്കലും കാണരുത്. ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് മാത്രം കാണുക. കാര്യങ്ങൾ നമ്മൾ അനലൈസ് പഠിക്കുക, ഒരു ചാർട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ട്രേഡ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് നമുക്കിത് ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. ഇതിൻ്റെ ഹൈ എന്ന് 128, ഇവിടെ ഒരു ലൈൻ നമുക്കിങ്ങനെ വരയ്ക്കേണ്ട. അപ്പോൾ ഏകദേശം ഈ രണ്ട് ഹൈയും സെയിം ആയിരുന്നു. ഏകദേശം കണ്ട 128 ഈ രണ്ട് ഹൈയും സെയിം ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആ റെസിസ്റ്റൻസ് ഇവിടെ ആ റെസിസ്റ്റൻസ് ആയിട്ട് നിന്നു. ഇവിടെ റെസിസ്റ്റൻസ് ആയപ്പോൾ അത് സെല്ലിങ് വന്നു. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഇത്ര ഹൈ പോയപ്പോൾ അവിടെ ഒരു സെല്ലിങ് വന്നതാണ്. എന്നിട്ടാണ് താഴ്ന്നത്. 128 വരെ പോയ ഷെയർ താഴ്ന്നിട്ട് ഇപ്പോൾ 114 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, നമുക്ക് മറ്റൊരു ലൈനും കൂടി വരച്ചു വെക്കാം ഇവിടെ. ഇനി നമുക്ക് മറ്റൊരു ലൈനും കൂടി വരച്ചു വെക്കാം ഇവിടെ. ഓക്കെ, നമ്മളിവിടെയാണ് വരയ്ക്കുന്നത്. ഇവിടെ നിങ്ങൾ നീട്ടി വരയ്ക്കുന്നു ഇവിടെ. അപ്പോൾ ഇവിടെ നമ്മൾ നീട്ടി വരച്ചപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് ആദ്യത്തേത് നമുക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസ് മനസ്സിലാവാനായിട്ട് വരച്ചു. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ നിന്ന് ഷെയർ താഴ്ന്നു, ഇത്ര വരെ കയറിപ്പോയി ഷെയർ. ഇവിടുത്തെ ആ റെസിസ്റ്റൻസ് ഉണ്ടായത് ബ്രേക്ക് ചെയ്തിട്ട് പോയി. അതുകൂടാതെ ഇവിടെ വരെ ഈ ലൈനിൻ്റെ ഇവിടെ കുറച്ച് ആഴ്ചകൾ ട്രേഡ് ചെയ്തു. 1 2 3 4 5 6 7 ആഴ്ചകൾ ട്രേഡ് ചെയ്ത് കയറിപ്പോയി. വീണ്ടും ഒരു കയറിപ്പോയി ഇവിടം വരെ വന്നു, നേരെ താഴ്ന്നു. താഴ്ന്നതിന് ശേഷം വീണ്ടും ഇവിടം വരെ വന്നിട്ടുള്ളത്. ക്ലോസിങ് ഉണ്ട്, ഇതിൻ്റെ മുകളിലില്ല. ഇവിടെ ക്ലോസിങ് ഇതിൻ്റെ മുകളിലില്ല. ഇവിടെ ഇതിൻ്റെ മുകളിൽ ക്ലോസ് ആയപ്പോൾ നേരെ കയറിപ്പോയി. അതുകൂടാതെ ഇവിടെ തന്നെ വന്നു നിന്നു, ഈ ലൈനിൻ്റെ ഇവിടെ തന്നെ വന്നു നിന്നു. ഈ ഏരിയ എന്ന് വെച്ചാൽ 103 അല്ല 100 എന്ന് പറയുന്ന ഒരു സോണാണിത്. ഇനി നമുക്ക് മറ്റൊരു ലൈനും കൂടി വരയ്ക്കാം. എല്ലാ ഇത് ലൈൻ വരയ്ക്കുക എന്ന് വെച്ചാൽ ഇതൊരു കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടല്ല, ഇപ്പോൾ ട്രേഡ് എടുക്കാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല ഇതുവരെ. നമുക്ക് നോക്കാവുന്നതാണ്. ഇവിടെ ഒരു ലൈനും കൂടി വീണ്ടും വരച്ചു. അപ്പോൾ ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്, നമുക്കതും നോക്കാം. ഈ ലൈൻ എന്ന് വെച്ചാൽ 60-61 റേഞ്ചിലാണ് ഈ നമ്മൾ ഇപ്പോൾ വരച്ചിരിക്കുക. ഇത് 60-61. ഈ 60-61ൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അത് ചെറുതായിട്ട് താഴ്ന്നു. ഇവിടെ വലിയ ക്യാൻഡിലോടുകൂടി കയറിപ്പോയി. അതുകൂടാണ് വേണ്ട, എത്രയോ ക്യാൻഡിലാണ്, എത്രയോ ആഴ്ചകളാണ് ഇവിടെ ട്രേഡ് ചെയ്തത്. ഈ പോയിന്റിൽ കണ്ട ട്രേഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും അത് നന്നായിട്ട് കയറിപ്പോയി. വീണ്ടും അത് താഴ്ന്നു വന്നു. ഒരു ലോങ് ലെഗ്ഡ് ക്യാൻഡിൽ ഇവിടെ തന്നെ ടച്ച് ചെയ്തു. അടുത്ത കണ്ട് ഈ പോയിന്റിൻ്റെ അവിടം വരെ എത്തി. അപ്പോൾ അതാണ് ഈ പോയിന്റിനുള്ള പ്രത്യേകത.
അപ്പോൾ എനിക്ക് ലാസ്റ്റ് വരച്ച ഈ ലൈൻ 60-61 നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത്, അത് വല്ല പ്രാധാന്യമില്ല, കാരണം മാർക്കറ്റ് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രാധാന്യം ഇപ്പോൾ ഇതിനില്ല. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് അതൊന്ന് ഡിലീറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇവിടുത്തെ ഈ ലൈൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതായത് 100, 101. ഈ 100, 101 ഇപ്പോൾ വീക്കിൽ നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് നമുക്ക് സപ്പോർട്ടുള്ള പോയിന്റ് 100, 101 കറക്റ്റ് സപ്പോർട്ട്. നമ്മൾ എവിടെയെങ്കിലും മേടിക്കാനോ പ്ലാനോ ഉണ്ടല്ലോ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യേണ്ട ഏരിയ ആണ് ഈ 100, 101 പറയുന്ന ഈ ഏരിയ. നമ്മുടെ ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് വീക്കിലി ക്ലോസിങ്. നമ്മുടെ ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് വീക്കിലി ക്ലോസിങ് ഒരു 118, 119 റേഞ്ചിന് മുകളിൽ, അതായത് ഇതിന് മുകളിൽ വീക്കിലി ക്ലോസിങ് നടക്കുകയാണെങ്കിൽ നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏകദേശം ഒരു 134, 135 വരെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് കിട്ടും. അതായത് 118, 119 മുകളിൽ, ഇതിന് മുകളിൽ, എൻ്റെ മുകളിൽ, അതായത് അത് 118, 119 അതിനു മുകളിൽ വീക്കിലി ക്ലോസ് പ്രത്യേകം ശ്രദ്ധിക്കണം, വീക്കിലിയാണ്, ഇൻട്രാഡേ അല്ല, വീക്കിലി ക്ലോസ് ഇതിന് മുകളിൽ നടക്കുകയാണെങ്കിൽ നമുക്കൊരു 336 വരെ ടാർഗറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ലൈൻസ് പ്രത്യേകം ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മളെ 118, 119 ലൈൻ ഇവിടെയും താഴെ 101, 100 ലൈൻ, ഈ ലൈൻ 101, 100 ലൈന് 119, 118 ലൈൻ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഒരു 19 രൂപയോളം നമ്മൾ ഒരു റിസ്ക് എടുക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇതിന് മുകളിൽ ക്ലോസിംഗ് കണ്ട് നമുക്കൊരു ബൈ എൻട്രിയും ഏകദേശം ഇമ്മീഡിയറ്റ് ടാർജറ്റ് നമുക്ക് നേരത്തെ പറഞ്ഞ ആ ലെവൽ 136, 137 അല്ലെങ്കിൽ 138 ലെവല് നമുക്ക് നോക്കാവുന്നതാണ് ഇമ്മീഡിയറ്റ് ടാർജറ്റ്. ഇനി ഈ ചാർട്ടിനെ നമ്മൾ മന്ത്ലി വ്യൂയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുന്നു. മന്ത്ലിയും കൂടെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഓക്കെ, മന്ത്ലി നമുക്ക് ഇവിടെയാണ്, ഇങ്ങനെയാണ് നമുക്ക് ചാർട്ട് പാറ്റേൺ ലഭിച്ചിട്ടുള്ളത്. മന്ത്ലി വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതായത് കണ്ടത് 140, 107. ഇവിടെയും ഈ റെസിസ്റ്റൻസ് സോണാണ്, അതായത് വലിയ ലോങ് ലെഗ്ഡ് കാൻഡിൽസ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു മേജർ നല്ല റെസിസ്റ്റൻസ് ആണുള്ളത്. ഇനി നമുക്ക് ഈ ടാർഗറ്റ് എടുത്ത് ഇവിടുത്തെ ഇത്രയും ടാർഗറ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടുമ്പോൾ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ നടത്തുക. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ തന്നെ കൺസോളിഡേഷൻ ചെയ്തിട്ട്, അതായത് നമ്മൾ ഈ റെസിസ്റ്റൻസ് ഏരിയ, അതായത് 140 റേഞ്ചിൽ കൺസോളിഡേഷൻ ചെയ്തതിന് ശേഷം ആ റേഞ്ച് വിത്ത് വലിയ ഗ്രീൻ ക്യാൻഡിലോടുകൂടി ബ്രേക്ക് ചെയ്യുകയുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു എൻട്രി ഉള്ളത് അവിടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് ഒരു മൾട്ടി ഇയർ റെസിസ്റ്റൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓൾ ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയാം. അങ്ങനെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ഒട്ടുമിക്കതും നല്ല രീതിയിൽ കയറി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് TT ലിമിറ്റഡിൽ നമ്മൾ ഇൻട്രാഡേയും അല്ലെങ്കിൽ വീക്കിലിയും മന്ത്ലിയും എടുത്തിട്ട് ചാർട്ട് വെച്ചിട്ട് പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ പറ്റിയ വസ്തുതകൾ. അപ്പോൾ കൃത്യമായ സ്റ്റോപ്പ് ലോസ് കൃത്യമായി പരിപാലിക്കുക. ആ 100 റേഞ്ചിൽ കൃത്യമായി പരിപാലിക്കുക സ്റ്റോപ്പ് ലോസ്. വീക്കിലി ക്ലോസ് 118, 119 മുകളിലാണെങ്കിൽ നമുക്ക് എൻട്രി ഉള്ളത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു മന്ത്ലി ക്ലോസ്. ഇത് മന്ത്ലി ക്ലോസ് ഇതിന് മുകളിൽ ആയിരിക്കണം, 141 മുകളിൽ. അതായത് ഇവിടം വരെ എത്തി അതിന് ശേഷം ഒരു കൺസോളിഡേഷൻ നടക്കണമെങ്കിൽ അത് ബെസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ നിന്ന് പെട്ടെന്നാണ് കുതിച്ചിട്ട് 143 ആവുകയാണെങ്കിൽ നമുക്കതിൽ പോസിബിലിറ്റി കുറയും, വീണ്ടും അപ്സൈഡിലേക്ക് പോകാനുള്ളത്. കാരണം ഇത്ര റേഞ്ച് ഇവിടെ നിന്നല്ല വരുന്നത്, മന്ത്ലി ക്യാൻഡിൽ നമ്മൾ നോക്കുക. അപ്പോൾ ഇത്ര റേഞ്ച് അത് മൂവ് ചെയ്യുമ്പോൾ ഒന്ന് കതച്ച് നിൽക്കും, അത് പോസായിട്ട് നിൽക്കും അത്. അപ്പോൾ ഒന്ന് കയറി ഒരു ചെറിയൊരു ഈ ഏരിയ വരെ കയറി ഒന്ന് കൺസോളിഡേഷൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇവിടെ വരെ വന്നു 140 വരെ വന്ന് ചെറിയൊരു പുൾ ബാക്ക് വന്നിട്ട് വീണ്ടും അത് ഈ പറഞ്ഞ 140 കയറുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബൈ എൻട്രി ആണുള്ളത്. അല്ലാണ്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് കയറുമ്പോൾ നമുക്കതിൽ റിസ്ക് ഫാക്ടർ കൂടുതലാണ്. കാരണം ഇവിടെ നിന്ന് 140 ആകുമ്പോൾ ഏകദേശം 70 നിന്ന് 140 ആകുമ്പോൾ ഏകദേശം 100% അത് മൂവ് ചെയ്തത് ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് റിസ്ക് ഫാക്ടർ കൂടും.
പക്ഷേ ഈ റേഞ്ച് വരെ 140 വരെ എത്തി ചെറിയൊരു പുൾ ബാക്ക് വന്നിട്ട് വീണ്ടും പോകുമ്പോൾ അതിന് പോസിബിളി സക്സസ് റേറ്റ് കൂടും അതിൽ. ഇതൊക്കെ പറയുന്നത് ഇപ്പോൾ പറയുന്നത് മന്ത്ലി വ്യൂ ആണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഇൻട്രാഡേ വ്യൂ പറഞ്ഞു, വീക്കിലി വ്യൂ പറഞ്ഞു, ഇപ്പോൾ മന്ത്ലി വ്യൂ. അപ്പോൾ ഇത്രയുമാണ് ഈ TT ലിമിറ്റഡിൻ്റെ ചാർട്ട് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന വസ്തുതകൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.